തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു. അത് പാർട്ടി പറയുമെന്നാണ് തോമസ് കെ തോമസ് അല്പസമയം മുൻപ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. പി സി ചാക്കോയുടെ ഒരു പ്രതികരണത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതിനിടയിൽ ഈ മന്ത്രി മാറ്റത്തിനിടയിലും സർക്കാരിനെ പിടിച്ചുകുലുക്കുന്ന മറ്റു ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി PV അൻവർ MLA തുറന്നുവിട്ടത് ഒരു ചെറിയ ഭൂതത്തെയല്ല, വലിയൊരു ഭൂതത്തെയാണ്. ആ ഭൂതം കാരണം ആരൊക്കെ തെറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും വിശ്വസ്തൻ എന്ന പദവിയിൽ നിന്ന് വളരെ പെട്ടെന്നാണ് MR അജിത് കുമാറിന്റെ ഗ്രാഫ് മാറിയത്. ആരെയും കൂസാത്ത IPS ഓഫീസർ എന്ന പേരിൽ നിന്ന് സേനയിലെ ഒറ്റുകാരൻ എന്ന തലത്തിലേക്ക് MR അജിത് കുമാർ എത്തുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് എന്തിനും ഏതിനും വിളിപ്പുറത്തുണ്ടായിരുന്ന ഓഫീസറുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും തയ്യാറാകാതെയാണ് ഇന്ന് മുഖ്യമന്ത്രി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പരിപാടിയുടെ വേദി വിട്ടത്. ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണെന്ന് സംശയിച്ചു. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് PV അൻവർ പറയുന്നത് കേട്ടോ. ഇതിന്റെ ഏറ്റവും തലവൻ MR അജിത് കുമാറും. പോലീസ് അസോസിയേഷന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണ് MR അജിത് കുമാറിലായിരുന്നു. കഴിഞ്ഞ ദിവസം നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലമാണ് കാരണം. സംസ്ഥാന പോലീസിലെ ഉന്നതനായ അജിത് കുമാർ സ്വർണ്ണക്കടത്തിന്റെ തലവനാണെന്നും അന്താരാഷ്ട്ര കുറ്റവാളിയെ അനുകരിക്കുന്നുവെന്നുമായിരുന്നു ആരോപണം. ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണെന്ന് സംശയിച്ചു. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് PV അൻവർ പറയുന്നത് കേട്ടോ. 50-60% അടിച്ചു മാറ്റും, ബാക്കി കസ്റ്റംസിന് കൈമാറും. എന്നും പെടുത്തും കോടാനുകോടി റുപ്യയുടെ സ്വർണ്ണം പെടുത്തും. സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസ് ആഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ MR അജിത് കുമാറും. കൊലപാതക കുറ്റം വരെ അജിത് കുമാറിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടു. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ അറിയിക്കാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയാണ് സേനയെ MR അജിത് കുമാറിനെ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് എന്നാണ് അൻവർ പറഞ്ഞത്. ഇതിനായി പത്തനംതിട്ട SP സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടു. സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തനായ IPS ഉദ്യോഗസ്ഥനാണെന്നാണ് MR അജിത് കുമാറിന്റെ വിശേഷണം. കടൽ കൊലക്കേസിൽ ഇറ്റാലിയൻ നാവികരെ കപ്പലിലെത്തി അറസ്റ്റ് ചെയ്തതും കപ്പൽ തീരം വിട്ടുപോവാതിരിക്കാൻ സ്വീകരിച്ച നടപടികളും ഏറെ ചർച്ചയായിരുന്നു. സേനയിലെ ഒറ്റയാൻ എന്ന വിശേഷണത്തിന്റെ പൊലിമയിൽ നിൽക്കുമ്പോഴാണ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട സ്വപ്ന സുരേഷ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതുവരെയുണ്ടായ ഇമേജിന് അത് കോട്ടം വരുത്തി. സ്വപ്നയുടെ മൊഴി പിൻവലിപ്പിക്കാൻ എത്തിയ ഷാജ് കിരണിനെ പലതവണ MR അജിത് കുമാർ വിളിച്ചത് വലിയ തലവേദനയാണ് സർക്കാരിനുണ്ടാക്കിയത്. ഈ വിവാദത്തിൽ നിന്ന് സർക്കാർ തലയൂരിയത് സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയവും സംഘടനാ തലത്തിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും EP ജയരാജനെതിരായ നടപടിയും തുടരുന്നതിനിടെ ഉയർന്നുവന്ന വിവാദം നിസ്സാരമായി കാണാൻ എന്തായാലും സർക്കാരിനാവില്ല. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്താൻ കാരണമായ സോളാർ വിവാദം എങ്ങുമെത്താതെ പോയതിന് പിന്നിലും MR അജിത് കുമാറാണെന്ന പുതിയ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമാവുകയാണ്. വിവാദമുണ്ടാകുമ്പോൾ ചുമതലയിൽ നിന്ന് മാറ്റുക എന്ന നടപടി കൊണ്ട് മാത്രം കെട്ടടങ്ങുന്നതല്ല ഈ രാഷ്ട്രീയ വിവാദം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.